ഹലോ നമസ്കാരം. കരിയർ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഡൽഹി ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് 216 ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. DSSSB വഴിയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുക. പ്രത്യേകിച്ച് ടൂറിസം മാനേജർ തസ്തികയിലേക്കും റേഡിയോഗ്രാഫർ തസ്തികയിലേക്കുമാണ് ഈ ഒഴിവുകളുള്ളത്. 2026 മാർച്ച് 28 അവസാന അപേക്ഷിക്കേണ്ട ദിവസം. 2026 ഫെബ്രുവരി 27 മുതൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. DSSSB online.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപേക്ഷകൾ കൊടുക്കാവുന്നതാണ്. മൊത്തം 216 ഒഴിവുകളിൽ ജനറൽ തസ്തികയിൽ 124 ഒഴിവും, OBC 40 ഒഴിവും, SC കാറ്റഗറി 17 ഒഴിവും, ST കാറ്റഗറി 16 ഒഴിവും, EWSൽ 19 ഒഴിവും, PWBD 14 ഒഴിവും, ESM 5 ഒഴിവും, MSP 8 ഒഴിവുകളുമാണ് ഉള്ളത്. റേഡിയോഗ്രാഫർ തസ്തികയിൽ 96 വേക്കൻസീസാണ് ഉള്ളത്. മീറ്റർ റിലേ ടെസ്റ്റർ 34, കൂടാതെ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് 12 ഒഴിവുണ്ട്. ഇതിൽ 6 എണ്ണം ടൂറിസവും 6 എണ്ണം ജനറലുമാണ്. റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടവർക്ക് +2 സയൻസ് പാസ്സായിരിക്കണം. കൂടാതെ 2 വർഷത്തെ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പരമാവധി പ്രായം 27. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ടൂറിസത്തിൽ മാസ്റ്റേഴ്സും 3 വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം. 30 വയസ്സാണ് പരമാവധി പ്രായം. SC/ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 5 വർഷത്തെ ഒരു ഇളവും, OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വർഷത്തെ ഇളവും, PWD വിഭാഗത്തിൽപ്പെട്ടവർക്ക് 10 വർഷത്തെ ഇളവും വയസ്സിലുണ്ടായിരിക്കും. DSSSB online.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് 100 രൂപ അടച്ചു വേണം ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ. ഇതിൽ സ്ത്രീകൾ, ESM, PWBD, SC/ST കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഫീസ് റീഫണ്ടബിൾ അല്ല. കൂടാതെ കൃത്യമായ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. 4 രീതിയിലാണ് എക്സാമിന്റെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരിക്കുക. സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് 200 MCQs അടങ്ങുന്ന 200 മാർക്കിന്റെ ചോദ്യപേപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഇത് ജനറൽ അവയർനെസ്സും റീസണിങ്ങും അടങ്ങുന്ന പേപ്പറാണ്. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് റേഡിയോഗ്രാഫർ തസ്തികയ്ക്കും ഉള്ളത്. റിപ്പോർട്ടർ ആണെങ്കിൽ ടയർ 1, ടയർ 2 എന്നുള്ള രീതിയിൽ 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും എക്സാം. ഒന്നാമത്തെ ഘട്ടത്തിൽ 200 ജനറൽ ക്വസ്റ്റ്യൻസും, രണ്ടാമത്തെ ഘട്ടത്തിൽ 200 സ്പെഷ്യലൈസ്ഡ് ക്വസ്റ്റ്യൻസും, കൂടാതെ 75 മാർക്കിന്റെ ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. മൊത്തം 275 മാർക്കിനാണ് പരീക്ഷ നടക്കുക. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്കാണെങ്കിൽ 100 മാർക്ക് ജനറൽ ക്വസ്റ്റ്യൻസും 100 മാർക്ക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും അടങ്ങുന്ന ഒന്നാമത്തെ ടയറും, അതിനുശേഷം രണ്ടാമത്തെ ടയറിൽ 200 മാർക്കിന്റെ ടെക്നിക്കലും 50 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും ചോദിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന URL ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. കൂടാതെ ഫുൾ നോട്ടിഫിക്കേഷന് ലിങ്കിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതിയാവും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.